അവൻ മരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കയിലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത്. മനസ്സിലായോ? ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള 40 കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, ആ ഭക്ഷണം ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബി തിരുമേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് നമ്മളെ പി സി ജോർജ്. പല തന്തക്കുണ്ടായ പി സി ജോർജിന്റെ പഴയ കാലത്തെ ഒരു പ്രസംഗമാണിത്. വലിയ കൊല്ലം ഒന്നും ഉണ്ടാവില്ല, ഒരു മൂന്ന് കൊല്ലത്തായി ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാണകം ബി ജെ പിക്കാര് കേട്ടോളിത്. നിങ്ങളാണിത് കേൾക്കണ്ടേ. പി സി ജോർജിന് എത്ര തന്തേ നിങ്ങൾ പറയും, ഞങ്ങൾ പറയില്ല. നിങ്ങളല്ല ഇപ്പൊ ബി ജെ പിയിലല്ല പി സി ജോർജ് അല്ലേ? അല്ല, ഓരോ കൊല്ലം കഴിയുമ്പോ ഓരോ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്ര ബുദ്ധിയുള്ളൂ. വയസ്സും പ്രായമൊക്കെ അല്ല, 10-50 വയസ്സായിന്, കുയ്യെ കൊണ്ടിടാനായിന്. അതിന്റെ പി സി ജോർജ് എനിക്ക് എത്ര തന്തേങ്ങായി എളുപ്പമല്ലാത്ത ജാതി. അല്ല, നിങ്ങൾ ആലോചിക്കുകയാണ്. ഇവൻ പറഞ്ഞാണ് ഇതൊക്കെ. എന്നിട്ട് ഇപ്പൊ പറയാം മുസ്ലിങ്ങളെ വർഗീയവാദിയാണ്, മാർപ്പാപ്പ മുസ്ലിങ്ങളെ വാപ്പയാണ്. അങ്ങനൊന്നും വേറെ പണിയില്ല പി സി ജോർജ്. ഇത്രയും കാലം ജനങ്ങളെ നക്കി തിന്നില്ല നീതിപ്പാടത്തൊക്കെ. എന്റെ പള്ള കണ്ടറിയാ. ഇനിയും വീട്ടിലെവിടെങ്കിലും അടങ്ങിയിരുന്ന